ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിയറ്റ്നാം ഏർലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാവിൻ്റെ തൈകളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വിയറ്റ്നാം ഏർലി ഇപ്പോൾ എല്ലായിടത്തും കുറച്ച് വർഷങ്ങളായി സുപരിചിതമായി വരുന്ന ഒരു പ്ലാവിൻ്റെ വെറൈറ്റിയാണല്ലേ. അപ്പോൾ വലിയ വലിയ പ്ലാവെല്ലാം ഇന്ന് പലരും മുറിച്ച് മാറ്റിയിട്ട് ഇതേപോലെയുള്ള കുഞ്ഞൻ തൈകൾ വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ആകുമ്പോൾ 1.5 വർഷത്തിനുള്ളിൽ കായുണ്ടാകുന്ന തൈകളാണ്. അതുപോലെ വർഷത്തിൽ 2 വട്ടം നമുക്കിതിൽ നിന്നും കായ്കളുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ തരം ചെടികളും എത്തുന്നത് തായ്ലാൻഡിൽ നിന്നാണ്. അതേപോലെ തന്നെയാണ് വിയറ്റ്നാം ഏർലിയുടെ കാര്യവും. വിയറ്റ്നാം ഏർലി വരുന്നതും തായ്ലാൻഡിൽ നിന്ന് വിയറ്റ്നാമിലേക്കാണ് അത് ആദ്യം എത്തിച്ചേരുന്നത്. പിന്നീടാണ് അത് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിച്ച് എല്ലായിടത്തേക്കും എത്തിയത്. ഇത് 1.5 വർഷം കൊണ്ട് തന്നെ കായ്ക്കാൻ തുടങ്ങും കേട്ടോ. അതുകൊണ്ട് ഇതിനെ അത്ഭുത പ്ലാവ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇത് വലിയ പ്ലാവിൻ്റെ ആ ഒരു ഇനത്തിലേക്കൊന്നും പോവില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുള്ളൻ മരമായിട്ട് നിന്നിട്ട് അതിൽ നിറയെ അടി തൊട്ട് മുടി വരെ ചക്കകളായിരിക്കും. ഈ പ്ലാവിൽ നിന്ന് നമുക്ക് ഒരു 18 മാസം കൊണ്ട് തന്നെ ചക്ക വിളവെടുക്കാൻ കഴിയും. മറ്റ് ഇനങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ വിയറ്റ്നാം ഏർലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചക്കച്ചുളകൾക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാവിൻ തൈകളാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 12 അടി ഉയരത്തിൽ വളരുന്ന, വർഷത്തിൽ 2 തവണ വിളവ് തരുന്ന, രുചിയും മണവുമുള്ള ഈ പ്ലാവിനം നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വളരും. ചൂട് കൂടിയ വേനൽക്കാലവും നല്ല സൂര്യപ്രകാശവുമാണ് വിയറ്റ്നാം ഏർലിക്ക് ആവശ്യം. അതിന് നല്ല വെയിൽ കിട്ടുന്ന ഭാഗങ്ങളിലായിരിക്കണം നമ്മുടെ ഈ പ്ലാവിനം വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇനിയിപ്പം നല്ല വർഷക്കാലമൊക്കെ വരാറായില്ലേ. ഇപ്പോഴും അത്യാവശ്യം എല്ലായിടത്തും മഴയുണ്ടെന്നറിയാം. അപ്പം നമുക്ക് ഈ ചെറിയ രീതിയിൽ നല്ല രീതിയിലൊക്കെ മഴ കിട്ടുന്ന സമയങ്ങളിൽ എല്ലാവരും ചോദിച്ചു വരുന്നതാണ് എന്തെല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് നിങ്ങളുടെ കൈകളിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വർഷം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ കാണുന്ന പ്ലാവിൻ തൈകൾ വിയറ്റ്നാം ഏർലിയുടേത്. വിയറ്റ്നാം ഏർലിയിൽ ഇതേ രീതിയിലാണ് കേട്ടോ ചക്ക ഉണ്ടായി നിൽക്കുക. 2 അടി വലിപ്പമുള്ള കുഴിയിൽ 10 കിലോഗ്രാം ഉണങ്ങിപ്പൊടിച്ച കാലിവളവും മേൽമണ്ണും ചേർത്തിട്ട് നമ്മൾ കുഴി നിറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മളെപ്പോഴും തൈകൾ നട്ടു കൊടുക്കേണ്ടത്. കാരണം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, രാവിലെ നമ്മൾ തൈ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് വെയിലും കാര്യങ്ങളും വരുമ്പോൾ അത് ആ തൈനെ ബാധിക്കും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് ഒരു വൈകുന്നേരങ്ങളിൽ നമ്മൾ തൈകൾ നട്ടു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിലായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈ ഒടിഞ്ഞു പോകാതെ ഇരിക്കാനായിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ ഈ തൈ വെച്ചിട്ട് 6 മാസത്തിലൊരിക്കലൊക്കെ തടം നന്നായിട്ട് നനച്ചതിന് ശേഷം 1/2 കിലോഗ്രാം പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് ഇളക്കണം. 15 ദിവസത്തിന് ശേഷം 10 കിലോഗ്രാം ഉണങ്ങിപ്പൊടിച്ച കാലിവളവും നമുക്ക് ചേർത്ത് കൊടുക്കാം. കളകൾ നീക്കി ശീമക്കൊന്ന കൊണ്ടൊക്കെ നമുക്ക് ഇതിനെ പുത നൽകുന്നത് വളരെ നന്നാവും കേട്ടോ. രാസവളമായിട്ട് 1/2 കിലോഗ്രാം യൂറിയയും 3/4 കിലോഗ്രാം പൊട്ടാഷ്യം ആദ്യ വർഷങ്ങളിൽ നൽകാം. 2 ആഴ്ചയ്ക്ക് ശേഷം 40 ഗ്രാം ബോറക്സ് 2 കിലോഗ്രാം പൊടിഞ്ഞ കാലിവളത്തിനൊപ്പം ചേർക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചക്ക ധാരാളമായിട്ടുണ്ടാകുമെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ കായ ചീയൽ വ്യാപകമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ കുഞ്ഞിച്ചക്കയിൽ ചെറിയ തവിട്ട് നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് തവിട്ട് നിറം വ്യാപിക്കുകയും കറുത്ത നിറത്തിലുള്ള ഫംഗസ് വളർന്നിട്ട് ചക്ക പൊഴിഞ്ഞു പോവുകയും ചെയ്യും. 2 ആഴ്ചയിലൊരിക്കൽ മിത്ര ബാക്ടീരിയയായ സ്യൂഡോമോണസ് നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ചെടിയിൽ തെളിക്കുന്നതും കായ ചീയൽ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ചക്ക കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മുടെ ലോകത്തിന് ആവശ്യം അതെല്ലാം നിറവേറ്റുന്നതിന് VS എന്ന് വിളിക്കുന്ന നമ്മുടെ ഈ സൂപ്പർ ലേഡിക്ക് കഴിയും. VSൽ ചക്കകൾ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ തായ്തടിയിൽ മാത്രമായിരിക്കും. അതായത് നമുക്ക് ഇതിൻ്റെ ചക്ക ഇടാനൊക്കെ ആയിട്ട് മരം കയറ്റക്കാരെ ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ കൈകൊണ്ട് ചക്കകൾ എടുത്ത് വയ്ക്കാവുന്നതാണ്. 1-ാം വർഷം നമുക്ക് ശരാശരി 4 ചക്കയൊക്കെ ആയിരിക്കും കേട്ടോ ഒരു പ്ലാവിൽ നിന്ന് കിട്ടുന്നത്. തുടർന്നുള്ള വർഷങ്ങളിൽ പ്ലാവിലുണ്ടാവുന്ന ചക്കയുടെ അളവിലും ഗണ്യമായ രീതിയിൽ വർധനവുണ്ടാവും. 25 ഡിഗ്രിക്കും
38 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനില, അതായത് പ്രതിവർഷം 1000 മുതൽ 3000 മില്ലി ലിറ്റർ മഴ, അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും 90 അടി ഉയരം, ചൂട് കൂടിയ വേനൽക്കാലം, നല്ല സൂര്യപ്രകാശം എന്നിങ്ങനെയാണ് നമ്മുടെ ഈ സൂപ്പർ ലേർലി പ്ലാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന കാലാവസ്ഥാ ഘടകങ്ങൾ. എന്നാൽ ഈ സൂപ്പർ ലേർലി പ്ലാവിൻ്റെ നല്ല വളർച്ചയ്ക്കും മികച്ച വിളവിനും വേണ്ട അനുകൂല കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂപ്പർ ലേർലി നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു പ്ലാവിനമാണെന്ന് പറയുന്നത്. ഈ കാണുന്ന സൂപ്പർ ലേർലിയുടെ തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ തയ്യാറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. 200 രൂപയാണ് ഈ കാണുന്ന ഓരോ തൈയുടെയും വില വരുന്നത്. നമ്മൾ കുറച്ച് മുന്നേ തൈകൾ വെക്കുന്ന രീതി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇതേപോലത്തെ കവറുകളിൽ വെറുതെ മണ്ണിൽ വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചെടിയൊക്കെ സെറ്റായി ഇതേ ലെവലിൽ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ചെടികളെല്ലാം ഉഷാറായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളങ്ങളെല്ലാം ചേർത്തിട്ട് 2 അടി ആഴത്തിലുള്ള തടമൊക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് വെക്കുക കേട്ടോ. അതല്ലാതെ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്ന ചെടികൾ ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുപോയിട്ട് അത്യാവശ്യം ഒരുപാട് വളങ്ങളൊക്കെ ഇട്ട് അതിനകത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടികൾ നാശമായി പോകത്തേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇതേപോലത്തെ കവറുകളിൽ ഒന്ന് വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ വളങ്ങളൊക്കെ ചേർത്തിട്ട് തൈകൾ നട്ടു കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചോളൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.